അപ്പോൾ പുരുഷൻ സ്ത്രീയുടെ ബാക്കിൽ ജമാഅത്തായി നിസ്കരിച്ചാൽ ജമാഅത്ത് ശരിയല്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ആരോ ചോദിച്ചു, അപ്പോൾ കുട്ടികളെ പിന്നിൽ പ്രായപൂർത്തി എത്തിയവർ ജമാഅത്താക്കി നിസ്കരിച്ചാൽ ശരിയാവോ ഇല്ലേ? മഹാനായ ഇമാമുന നവവി റഹിമഹുല്ലാ മിൻഹാജിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കാമിൽ സ്വബിയിനോട് തുറന്നാൽ ജമാഅത്ത് ശരിയാവും. കാമിൽ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി എത്തിയവൻ, സ്വബി എന്ന് പറഞ്ഞാൽ കുട്ടി, പക്ഷേ മുമയ്യിസായ കുട്ടിയായിരിക്കണം, 7 വയസ്സ് കഴിഞ്ഞ കുട്ടിയായിരിക്കണം. അങ്ങനെ തെമ്മീസെത്തിയ വകതിരിവെത്തിയ 7 വയസ്സ് കഴിഞ്ഞ കുട്ടിയോട് പ്രായപൂർത്തിയുള്ള ആൾ തുറന്നാൽ ജമാഅത്ത് ശരിയാവും. കുട്ടി നിസ്കാരത്തിൻ്റെ ഷർത്തും ഫർളും പഠിക്കുകയും നിസ്കാരത്തിൽ ഷർത്തും ഫർളും പാലിക്കുകയും ചെയ്യുന്നവനായിരിക്കണം. ഫാത്തിഹ ശരിക്കും ഓതാത്തവന്, ഉളു വേണ്ട പോലെ എടുക്കാത്തവന്. ചില കുട്ടികളെ ഉളു ചിലപ്പോൾ ഉളുവിൻ്റെ ഷർത്താണല്ലോ കൈകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കാൻ. ചില കുട്ടികൾ ഇങ്ങനെ വെറുതെ തടവിയിട്ട് വന്നിട്ട് നിസ്കരിക്കുന്നുണ്ടാവും. അപ്പോൾ ഷർത്ത് ഒത്തിട്ടില്ല, അങ്ങനത്തെ കുട്ടികളെ ഇമാമാക്കിയിട്ട് നമ്മൾ ബാക്കിൽ തുറന്നാൽ ശരിയാവില്ല. അല്ലെങ്കിൽ സുജൂദിൽ കാല് ശരിക്കും വെക്കുന്നില്ല, അങ്ങനത്തെ കുട്ടീനെ തുറന്നാൽ ശരിയാവില്ല. അതേസമയം നിസ്കാരത്തിൻ്റെ ഷർത്തും ഫർളൊക്കെ കൃത്യമായി പഠിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവരെ ജമാഅത്തായിട്ട് അവരെ ഇമാമായിട്ട് നമുക്ക് നിർത്താം, നമുക്ക് ബാക്കിൽ തുടരാം. അതിനുള്ള തെളിവായിട്ട് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് തൂഫയിൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്ത് അംറു ഇബ്നു സലിമത്ത് എന്ന് പറയുന്ന ഒരു സ്വഹാബി അദ്ദേഹത്തിൻ്റെ നാട്ടുകാർക്ക് ഇമാമായി നിസ്കരിച്ചിരുന്നു. ഏത് സ്ഥിതിയിൽ? വഹുവ ഇബ്നു സബഇൻ, ആ കുട്ടിക്ക് 7 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 7 വയസ്സുള്ള ഒരു കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നാട്ടുകാർക്ക് ഇമാമായി നിസ്കരിക്കുകയും അത് നബി തങ്ങൾ അറിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം എന്ത് മനസ്സിലായി? ചെറിയ കുട്ടികളെ ഇമാമാക്കി നിർത്താം. പിന്നെ ആ കുട്ടി ഭയങ്കര സംഭവമാണ്. അംറു ഇബ്നു സലിമത്ത്, ലാമിന് കസ്ർ കൊടുത്തുകൊണ്ട് വായിക്കണം. അംറു ഇബ്നു സലിമത്ത്, ആ കുട്ടിയുടെ ചരിത്രം നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ നാട്ടുകാർ ആ കുട്ടീനെ ഇമാമത്ത് നിർത്തിയിരുന്നത് എന്ന് പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ നാട്ടുകാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ പഠിച്ചിരുന്നത് ആ 7 വയസ്സുള്ള അംറു ഇബ്നു സലിമ എന്ന് പറയുന്ന കുട്ടിയായിരുന്നു. എവിടുന്നാണ് ആ കുട്ടിക്ക് മാത്രം കൂടുതൽ ഖുർആൻ പഠിക്കാൻ അവസരം കിട്ടിയത്? അവരെ വീട് നിൽക്കുന്ന സ്ഥലം, ഈ അംറു ഇബ്നു സലിമത്ത് എന്ന് പറയുന്ന സ്വഹാബിയുടെ വീട് നിൽക്കുന്ന സ്ഥലം, യാത്രക്കാരായ ആളുകളെല്ലാം വെള്ളം ശേഖരിക്കാൻ വേണ്ടി വരുന്ന സ്ഥലമായിരുന്നു. ഇപ്പോഴത്തെ പോലെ യാത്രക്കാർക്ക് എല്ലാ സ്ഥലത്തും ഹോട്ടലും ഷോപ്പുകളും വെള്ളം കൊണ്ടുപോകാനൊന്നും സൗകര്യമില്ല. ഏതെങ്കിലും ചില സ്ഥലങ്ങളിൽ വെള്ളം ശേഖരിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാവും. അപ്പോൾ അവിടുന്നാണ് യാത്രക്കാർ സ്ഥിരമായിട്ട് വെള്ളം എടുത്തുകൊണ്ട് പോവാം. ഈ അംറു ഇബ്നു സലിമത്ത് എന്ന സ്വഹാബിയുടെ വീടിൻ്റെ പരിസരത്ത് അങ്ങനെ ഒരു വെള്ളം ശേഖരിക്കാനുള്ള സൗകര്യം ഉണ്ടായതുകൊണ്ട് യാത്രക്കാരെല്ലാം അവിടുന്ന് വെള്ളം ശേഖരിക്കും. അപ്പോൾ ഈ അംറു ഇബ്നു സലിമത്ത് എന്ന് പറയുന്ന ഈ സ്വഹാബി മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ട് വരുന്ന സ്വഹാബിമാർ അവിടെ വെള്ളം ശേഖരിക്കാൻ വേണ്ടി വരുമ്പോൾ അവരടുത്ത് ചെന്നിട്ട് ഖുർആൻ പഠിക്കും. ഓരോരുത്തരെയും കണ്ടിട്ട് ഖുർആൻ പഠിച്ച് നമ്മളാണെങ്കിൽ എന്ത് കച്ചവടമായിക്കോടെ, ബത്തക്ക കച്ചവടയാ അല്ലേ, മുട്ടായി കച്ചവടയൊക്കെ ഇതൊക്കെ ആയിരിക്കും അല്ലേ. ടൂറിസ്റ്റ് പ്ലേസുകളിൽ പുള്ളന്മാർ കണ്ടില്ലേ ചെറിയ ചെറിയ കച്ചവടക്കാർക്ക് ഇങ്ങനെ ജീവിക്കുന്നു. ഈ സ്വഹാബി ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അതിനെ ഉപയോഗപ്പെടുത്തി. അങ്ങനെ വരുന്ന ആളുകളെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് ഖുർആൻ പഠിച്ചിട്ട് ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ പഠിച്ച, ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്ന ഒരു കുട്ടിയായി മാറിയപ്പോൾ ആ നാട്ടുകാർ പിടിച്ചിട്ട് ഇമാമാക്കിയതാണ്. നമുക്കിവിടെ നല്ല ഖുർആൻ പഠിക്കാനുള്ള അവസരം നമ്മൾ സ്വഭാവികേശം വെച്ചിട്ടുണ്ട്. ഹാഫിദ് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഒരു ചെലവില്ലാതെ നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തണം. അപ്പം ഞാൻ പറഞ്ഞത്, അങ്ങനെ ഖുർആൻ പഠിച്ചിട്ട് ആ കുട്ടീനെ പിടിച്ചിട്ട് അവർ ഹാഫിദ് ഇമാമാക്കി. അങ്ങനെ ആ കുട്ടിയുടെ നേതൃത്വത്തിൽ അവിടെ ജമാഅത്ത് നടന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചത് കൊണ്ടാണ് കുട്ടികളെ ഇമാമാക്കിയിട്ട് ജമാഅത്താക്കാൻ പറ്റും എന്ന് പറഞ്ഞത്. പക്ഷേ ശേഷം ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, കുട്ടികളെ ഇമാമാക്കി ജമാഅത്താക്കിയാൽ ശരിയാവോ ഇല്ലേ എന്നതിൽ ചില പണ്ഡിതന്മാർക്ക് എതിരഭിപ്രായം ഉള്ളതുകൊണ്ട് കുട്ടികളെ ബാക്കിൽ പ്രായപൂർത്തിയെത്തിയ ആളുകൾ
തുടരുന്നത് കറാഹത്താണ്. നല്ലതെപ്പോഴും പ്രായപൂർത്തിയെത്തിയ ആളുകളെ പിടിച്ചിട്ട് ഇമാമാക്കലാണ്. അപ്പോൾ എവിടെയെങ്കിലൊക്കെ ജമാഅത്തിന് ഇമാമായി ഒരു കുട്ടി ഉണ്ടെങ്കിൽ തുടരുക എന്നല്ലാതെ പ്രായപൂർത്തിയായ ആളുകൾക്ക് ഇമാമത്തിന് അവസരമുണ്ടെങ്കിൽ കുട്ടികളെ പിടിച്ച് കയറ്റലല്ല. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ കൃഷ്ണാപുരത്ത് ഒരു സാദി എന്നോട് വിളിച്ചു പറഞ്ഞ് ഞങ്ങളെ മെയിൻ ജമാഅത്ത് കഴിഞ്ഞാൽ കുറച്ച് സലഫികൾ വന്നിട്ട് കുട്ടീനെ പിടിച്ചിട്ട് ഇമാമാക്കിയിട്ട് ജമാഅത്താക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അറിയുന്നത് ആ കുട്ടിയെ ഉണ്ടാവുള്ളൂ, അതുകൊണ്ടായിരിക്കും. ഏതായാലും ഞാൻ പറഞ്ഞത് നല്ലതല്ല. ഷാഫി മദ്ഹബ് അനുസരിച്ച് കുട്ടികളെ ഇമാമാക്കി ബാക്കിൽ മഅ്മൂമിങ്ങൾ നിൽക്കുന്നത് അത് കറാഹത്താണ് എന്ന് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജമാഅത്തിന് നേതൃത്വത്തിന് എപ്പോഴും നല്ലത് പ്രായപൂർത്തിയെത്തിയ ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.